എല്ലാവർക്കും നമസ്കാരം. ശത്രുബാധ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും ആരാണ് ഇതൊക്കെ ചെയ്യണത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ടോ? സയൻസ് ഇത്രയും പുരോഗമിച്ച കാലഘട്ടങ്ങളിൽ ഈ മന്ത്രവാദം ദുർമന്ത്രവാദം പരിപാടികളൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അല്ലേ? അങ്ങനത്തെ മന്ത്രവാദികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ദുർമന്ത്രവാദി എന്നൊക്കെ പറഞ്ഞ സിനിമയെ കണ്ടിട്ടുണ്ട് നമ്മൾ, കറുത്ത വേഷമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാലയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാർ. ഞാനും ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരാളെ കാണാൻ വേണ്ടിയിട്ട് പണ്ട് ഇത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടാകുന്ന അറിയാൻ വേണ്ടി അന്വേഷിച്ചാൽ പോയിട്ടുണ്ട്. ഒരാൾ കണ്ടിട്ടുണ്ട്, അത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ധാരണയിൽ ഈ മന്ത്രവാദികൾ ദുർമന്ത്രവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു ഭയങ്കര ഭീകരന്മാരായ മുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് രൗദ്രഭാഗത്തിലിരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ കഥ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈടെക്കായിട്ട് പുതിയ സ്റ്റൈലിലിരിക്കുന്ന ആളുകളൊക്കെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പഴയ പോലെ വേഷം കെട്ടി നടക്കുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ആർക്കും ഇല്ലല്ലോ. എല്ലാവരും അതൊക്കെ ഒരു കപടമുഖമാണെന്നുള്ള ചിന്താഗതി അന്നുകൊണ്ട് ആരും ഇപ്പോൾ വേഷം കെട്ടാൻ നിൽക്കാറില്ല. എല്ലാവരും അവനവൻ്റെ വേഷത്തിൽ സാധാരണ രീതിയിൽ നടക്കുന്നു. അപ്പോൾ ഇതെന്താണ് ഈ പരിപാടി ചെയ്യുന്നത് അല്ലേ? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ചെയ്യിക്കാൻ പോകുന്ന ആളുകൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന വാക്കാണ് അവനൊരു പണി കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും, ഈ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നൊരു വാചകമുണ്ട്. തർക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ അവനത് പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ, തർക്കം മൂത്ത് കഴിയുമ്പോൾ ഒറ്റ വാക്ക് മലയാളികൾ പറയുന്നൊരു പൊതു വാക്കാണ്, നിനക്കുള്ള പണി ഞാൻ തരാടാന്ന് പറയും. അല്ലെങ്കിൽ നിനക്കൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും എന്നൊരു ഭീഷണിയുണ്ട് ആൾക്കാർ. ആ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം ഇയാൾ അതിൻ്റെ ആളാണെന്നുള്ളത്. അയാൾ ഈ മന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. നമ്മൾ വിചാരിക്കും ഇയാൾ എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കും. കാരണം എപ്പോഴും ഒരു ദുർബലന്മാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഈ പണിക്ക് പോണത്. അതായത് ഒരാളെ നേരിടാനായിട്ട് അയാൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് മറ്റുള്ള രീതിക്ക് ഫൈറ്റ് ചെയ്ത് വിജയിക്കാൻ പറ്റാത്തവരാണ് ഇത്തരം പണികൾ കൂടുതലും ചെയ്യുക. അല്ലാത്തവരുണ്ട് കേട്ടോ, അല്ലാത്തവരും ചെയ്യുന്ന ആൾക്കാരുണ്ട്. വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ വലിയ പൈസക്കാരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ശത്രുക്കളെ വെട്ടി നിരത്തി പോകുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരനാണ് ഈ കൂടുതലും ഇത്തരം പരിപാടിക്ക് പോകുന്നത്. കുറച്ചും കൂടി വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും ഈ പരിപാടിക്ക് പൊതുവേ അവർക്കങ്ങനെ പോകാനുള്ള താല്പര്യമില്ല. അവൻ കർമ്മം കൊണ്ട് നേടാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവർക്ക്. അപ്പോൾ ഇതിനകത്ത് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കും, നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു ക്രൂരതയാണ്. കാരണം ആ മറ്റേ വ്യക്തിയിലേക്ക് അയാൾ ചെയ്ത് വിടുന്നതായ ഒരു മാന്ത്രിക കർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പോയിട്ട് പറയുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും ന്യായം കൂടുതൽ, അവനെ ഉപദ്രവിക്കുകയാണ്, അപ്പോൾ അവനെ ഒന്ന് ശരിയാക്കണമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് അയാളുടെ പണി അതാണ്. അയാളുടെ കർമ്മം ചെയ്യുന്നു, അയാൾക്ക് പൈസ കൊടുക്കുന്നു, അയാൾ ചെയ്യുന്നു. പക്ഷേ അത് കർമ്മം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ എനർജി വന്ന് ആ വ്യക്തിയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ദുരിതങ്ങൾ, അത് ഞാനൊരു കൊല്ലം കൊണ്ട് ഒരുപാട് ഒത്തിരി ആളുകളുടെ അനുഭവങ്ങൾ കേട്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ അനുഭവങ്ങൾ അധികം കേൾക്കാൻ നിൽക്കാറില്ല. ഞാൻ വർക്ക് ചെയ്ത് വേഗം വിടുന്ന ആൾക്കാരാണ്. കേട്ട് കാത് തഴമ്പിച്ച്. കാരണം ഇവരുടെ ദുരന്ത കഥകൾ കേട്ടിട്ട് എന്താ പറയുക, നമ്മൾ അത്രയധികം വിഷമിച്ച്, അത്രയധികം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, സമ്പത്ത് പോകുന്നു, കേസ് കൊണ്ടാൻ വേണ്ടി വഴക്കാവുന്നു. അങ്ങനെ ഈ സാധനത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. വലിയ വലിയ രോഗങ്ങൾ, മാരകമായ രോഗങ്ങളിലോട്ട് പോകുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു വഴക്കിൻ്റെ പേരിൽ, നിസ്സാരമായൊരു വഴക്കിൻ്റെ പേരിൽ ഒരാൾ മാന്ത്രികർമ്മം ചെയ്ത് വിട്ടേക്കണം, അതിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞ പാവം മനുഷ്യൻ അനുഭവിക്കുന്നത്. അവൻ മാത്രമല്ല, ചിലപ്പോൾ അവൻ്റെ കുടുംബം അടച്ചു വെച്ചിട്ടുണ്ടാവും. അതും ഈ മാന്ത്രികം ചെയ്യുന്ന എന്താണെന്നുള്ളത് ഈ ചെയ്യിപ്പിക്കുന്നവന് അറിയണമെന്നില്ല. അവൻ പൈസ കൊടുക്കുന്നു, അയാളെ ഇഷ്ടം പോലെ ഏതെങ്കിലും മൂർത്തിനെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വിടുന്നു. ഇത് എടുത്തു മാറ്റുന്നവരെയും, അതായത് എത്ര കൊല്ലം കഴിഞ്ഞാലും ഇവർ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഇത് വേറൊരാൾ വന്ന് അതെടുത്ത് റിലീസ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ അതിനെ വേറെ തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കണ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാൻ പാടില്ല പരിപാടി. പക്ഷേ ചില ആൾക്കാരോട് ചോദിക്കാറുണ്ട്, സാറേ ഇതിനെ തിരിച്ചയച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ വിദ്യയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എടുത്തു മാറ്റാനുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ഇത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെ ഒരു നിങ്ങൾ സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോൾ, കാരണം ഇത് അറിയണില്ല, നമ്മൾ ഈ ബ്ലാക്ക് മാജിക്ക് കിട്ടി എന്നുള്ള കാര്യം നമ്മൾ അറിയണില്ല.
നമ്മൾ സകല സ്ഥലങ്ങളിൽ ഓടിപ്പാഞ്ഞ് അമ്പലങ്ങളിൽ പോകുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. പക്ഷേ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നത് ബ്ലാക്ക് മാജിക്കാണ്, അപ്പോൾ നമുക്ക് വിശ്വാസം വല്ലേ, അത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും. ചില ആൾക്കാരെ പറയും. ചില ആൾക്കാരെ വിശ്വസിച്ചാലും ഇത് നമുക്ക് എടുത്ത് കളയണ്ടേ, അല്ലെങ്കിൽ അതിൽ നിന്ന് റിലീസാവണ്ടേ. ആ റിലീസാക്കാനുള്ള ഒരു വ്യക്തിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ചിലപ്പോൾ ആ ചെയ്ത് വെക്കുന്ന ആൾ കുറച്ച് അടുപ്പത്തിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ പോകരുത്. നിങ്ങൾ അമ്പലങ്ങളിൽ പോവുക, അവിടെ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക, പൂജകൾ ചെയ്യുക. അല്ലാത്ത ഇത്തരം വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുക. ദയവ് ചെയ്ത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, നന്മകളുണ്ടാവട്ടെ.